ഹായ് ഗൈസ്. അപ്പം കുറച്ച് മണിക്കൂർക്ക് മുമ്പ് ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങി, തലവൻ. നമ്മളെ ജിസ്ജോയുടെ പടമാണ്. ആസിഫ് അലി ഉണ്ട്, ബിജു മേനോനുണ്ട്. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഇത്തിരി നല്ല പടമാണെന്ന് തോന്നുന്നുണ്ട്. ആസിഫ് ഖായുടെ തിരിച്ചു വരവ് എന്ന് പറഞ്ഞാൽ ട്രെയിലർ, പിന്നെ ട്രെയിലറിൽ ഒരു പല ട്രെയിലർ വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പല സംഭവങ്ങളും ചില പടങ്ങളിലൊന്നും എന്തുവാണ്, പടങ്ങളിലും ചിലപ്പോൾ അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു സീക്രട്ട് ഒരു സംഭവം ഉണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ, ഈ തലവൻ്റെ ട്രെയിലർ കണ്ട നമ്മൾക്ക് നമ്മളെ ഈ ട്രെയിലർ അവസാനം വരെ കാണാനും പിടിച്ചിരുത്തും. സിനിമ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ എന്തും നമുക്ക് തരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു സിനിമയിലുണ്ട്. നമ്മളെ ആസിഫ് ഖാൻ വേണം തിരിച്ചു വരവെന്നാണെങ്കിൽ പറയാം. തിരിച്ചു വരവ് ഇത് നല്ലൊരു പടമാണെങ്കിൽ തിരിച്ചു വരവായിരിക്കും. തുടർച്ചയായിട്ട് പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആസിഫ് ഖാൻ. അപ്പം പിന്നെ ജിസ്ജോയുടെ പടമാണ്. ജിസ്ജോയുടെ പടങ്ങളെല്ലാം ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു പടങ്ങളാണ്. നമ്മളാ ബൈസൈക്കിൾ ദിവസമായാലും സൺഡേ ഹോളിഡേ. ബൈസൈക്കിൾ ദിവസം അത്ര വലിയ സംഭവം ഇല്ലെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടുള്ള സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയും ആ ഒരു പടങ്ങളൊക്കെ അത്യാവശ്യം നല്ലായിരുന്നു. പിന്നെ ആ ഒരു ഫീൽ ഗുഡ് എൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊരു പദവി പുള്ളി ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പുള്ളിക്ക് ആ ഒരു പദവി ഇതൊക്കെ ഈ സിനിമകളെല്ലാം ചെയ്തപ്പം കിട്ടിയിട്ടുള്ളതുകൊണ്ട് പുള്ളി ആ ഒരു സംഭവം എന്താണ്, ആ ഒരു പദവി ബ്രേക്ക് ചെയ്യാനായിട്ട് പുള്ളി ചെയ്ത ഒരു പടമാണ് ഇന്നലെ വരെ. അത് അത്യാവശ്യം നല്ലൊരു ത്രില്ലർ പടമാണ്. അപ്പം എല്ലാത്തിലും ആസിഫ് ഉണ്ട്. ആസിഫ് നായകനായിട്ടല്ലാത്ത ഒരേ ഒരു പടം ഉണ്ടായിരുന്നുള്ളൂ, ഏത് മോഹൻകുമാർ ഫാൻസ്. അതിലും ആസിഫ് ഗസ്റ്റ് റോളിലുണ്ട്. ഒന്നിൽ ജിസ്ജോയുടെ പടത്തിൽ ഹീറോ, അല്ലെങ്കിൽ ഏത് ഗസ്റ്റ് റോള് വരുന്ന എല്ലാവരും പടവും ഹിറ്റ് എന്നുള്ളൊരു ഹിറ്റ്, ആസിഫ് വന്നാൽ ഹിറ്റാവും എന്നുള്ളൊരു വെപ്പുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ഒരു വെപ്പുണ്ട്. അപ്പോൾ ഈ ട്രെയിലർ എന്തായാലും നല്ല ട്രെയിലറായിരുന്നു തലവൻ്റെ. അപ്പോൾ എന്തായാലും പടം റിലീസ് ഉടനെ ഉണ്ട്. ഡേറ്റ് എന്നാ വന്നായിരുന്നു, എനിക്ക് കറക്റ്റ് ഞാൻ ഡേറ്റ് ശ്രദ്ധിച്ചില്ല. ഞാൻ ട്രെയിലറാണ് ഞാൻ ഒത്തിരി ഭയങ്കര ത്രില്ലായിട്ട് കണ്ടിട്ടിരുന്നത്. ആ BGM ആയാലും പിന്നെ ഇത് കണ്ടിട്ട്, ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതൊരു എന്തുവാണ്, ഈ രണ്ട് പോലീസുകാരും, ആസിഫ് ഖായും ബിജു മേനോനും. അപ്പോൾ ആ രണ്ട് പോലീസുകാർ തമ്മിലുള്ള ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ജലസ്, ആ ഒരു സംഭവം ഇതിൽ നല്ലപോലെ വർക്കൗട്ട് ആവും. രണ്ടുപേരും നല്ലതായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. എന്നാൽ ഈഗോ പരമായിട്ട് സംസാരിക്കുന്നതും ആ ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതും കാണിക്കുന്നുണ്ട്. ബിജു മേനോൻ പിന്നെ ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടർ ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. അയ്യപ്പനും കോശിയിലൊക്കെ എന്തുമാത്രമാണ് ഈ ഇതെല്ലാം കാട്ടിക്കൂട്ടിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആസിഫ് മറ്റേ നമ്മളെ ജിത്തു ജോസഫിൻ്റെ കൂമനിൽ മൊത്തം പോലീസായിരുന്നിട്ട് പോലും ഇങ്ങനൊരു സംഭവമാണ്. അപ്പം രണ്ടുപേരും ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യുന്നതിൽ ഇത്തിരി മിടുക്ക് കാണിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ ആ രണ്ടുപേരും കൂടെ ഒന്നിക്കുമ്പോൾ എന്തായാലും സൂപ്പർ കാസ്റ്റാണ് ജിസ്ജോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഓക്കെ ആയിരിക്കും. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ദിലീഷ് പോത്തനുണ്ട്, കോട്ടയം നസീറുണ്ട്. പിന്നെ ഹീറോയിന് വലിയ ഇതില്ലാത്ത പോലെയാണ് കണ്ടിട്ട് തോന്നിയത്. അനുശ്രീ ഉണ്ട്, മിയ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ട്രെയിലർ എന്തായാലും ഇഷ്ടപ്പെട്ട്. ബാക്കി ഇനി സിനിമ കാണുമ്പോൾ അറിയാം, സിനിമ ഇറങ്ങുമ്പം നമുക്ക് കണ്ടറിയാം എന്താവും എന്നുള്ളത്. ട്രെയിലർ അടിപൊളിയാണ്, പക്കയാണ്, ഓക്കെയാണ്. അപ്പം എന്തായാലും റിലീസിന് വരട്ടെ, ബാക്കി അപ്പം ഓക്കെ.